ഹായ് സ്റ്റുഡൻസ്, നമ്മളിതൊരു പുതിയ ഒരു കവിതാ ഭാഗത്തിലേക്ക് പോവുകയാണ്. പുതിയൊരു കവിത. നമ്മൾ വെറും ഒരു കവിതയല്ല, നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഒരു കഥയാണ്. ആരാണ് നോക്കിയേ? കഥയിലേക്ക് അമ്പാടിയിലേക്ക്. അറിയാലോ അമ്പാടി എവിടെയാണെന്ന് അറിയാമല്ലോ നമുക്ക്. ശ്രീകൃഷ്ണൻ്റെ സ്ഥലമാണ്. ശ്രീകൃഷ്ണൻ വളരുന്ന സ്ഥലമാണ് അമ്പാടി, അല്ലേ? അപ്പോൾ അമ്പാടിയിലേക്ക് എന്ന് പറയുന്ന ഒരു കവിത നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? ചെറുശ്ശേരി നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ചെറുശ്ശേരിയെ പറ്റിയുള്ള കാര്യങ്ങൾ എന്താ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ചെറുശ്ശേരിയെ പറ്റി ഒന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി, അല്ലേ? പ്രാചീന കവിത്രയത്തിൽ ഒരാൾ. പ്രാചീന കവിത്രയം ആരൊക്കെയാണ്? കവിത്രയം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? കവിത്രയങ്ങൾ നമ്മുടെ പ്രാചീന കവിത്രയവും ആധുനിക കവിത്രയവും നമ്മൾ പറയുന്നുണ്ടല്ലോ. ആധുനിക കവിത്രയവും പ്രാചീന കവിത്രയത്തെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് പ്രാചീന കവിത്രയം എന്ന് പറയുന്നത്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അതറിയാലോ നിങ്ങൾക്ക്, കേട്ടിട്ടില്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കാര്യമാണ്. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, പിന്നെ ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. അതുപോലെ തന്നെ നമുക്ക് ആധുനിക കവിത്രയം ഉണ്ടല്ലോ. അതാരൊക്കെയാണ്? ആശാനുള്ളൂ, വള്ളത്തോൾ. അതാണ് നമ്മുടെ ആധുനിക കവിത്രയം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറുശ്ശേരിയാണ്. നമ്മൾ അമ്പാടിയിലേക്കുള്ള. അതുകൊണ്ടാണ് പ്രാചീന കവിത്രയങ്ങളെ പറ്റി നിങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പോൾ പ്രാചീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പോട്ടുള്ളൊരു സമയമാണ് പ്രാചീനം, പഴയത് ആണ് പ്രാചീനം. അപ്പോൾ ഇവർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എങ്ങനെയാണെന്ന് നോക്കിക്കാൻ മക്കളെ. നമ്മുടെ ചെറുശ്ശേരി ജീവിച്ചിരുന്നത് 15-ാം നൂറ്റാണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നതും നമ്മുടെ 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള സമയത്താണ്. 15-16 അതിൻ്റെ ഇടയിലുള്ള സമയം. ആ ഒരു നൂറ്റാണ്ട് ഏകദേശം നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹം ജനിച്ച വർഷവും ജീവിച്ചിരുന്ന കാലഘട്ടം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ജനിച്ച വർഷമൊന്നും നമുക്ക് അറിയില്ല. അതുപോലെ തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് 18-ാം നൂറ്റാണ്ട്. നൂറ്റാണ്ടെന്ന് പറയുന്നത് എന്താണോ അറിയോ? നൂറ്റാണ്ടെന്ന് വെച്ചാൽ 100 വർഷം കൂടുമ്പോഴുള്ളതാണ് നൂറ്റാണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 2021 ആയില്ലേ? അപ്പോൾ 2000 മുതൽ 2099 വരെയാണ് ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത്. അതുപോലെ 1990 മുതൽ 1999 വരെയായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ട്. അത് കഴിഞ്ഞിട്ട് 2000. അപ്പോൾ നിങ്ങൾ 2000-ന് ശേഷം ജനിച്ച കുഞ്ഞുങ്ങളാണ്, അല്ലേ? 2000-ന് ശേഷമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ജനനം. അപ്പോഴത്തേക്ക് നിങ്ങളെല്ലാം ഒരു നൂറ്റാണ്ടിൽ മാത്രം ജീവിച്ചിരുന്നവരാണ്. നിങ്ങളൊക്കെ ആണെങ്കിൽ 2 നൂറ്റാണ്ടിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ്. 1900 മുതൽ 900 സംതിങ് മുതൽ 2000 സംതിങ് വരെ. അതാണ് ഞങ്ങളെല്ലാം 2 നൂറ്റാണ്ടിലൂടെ കടന്നുപോയ ആൾക്കാരാണ് കേട്ടോ. നിങ്ങളുടെ പേരൻസും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും, 2 നൂറ്റാണ്ടിലൂടെ കടന്നു വന്നവരായിരിക്കാം. നോക്കിക്കേ മക്കളെ. അപ്പോൾ നമ്മുടെ പ്രാചീന കവിത്രയം ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരി എന്ന് വെച്ചാൽ ചെറുശ്ശേരിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഭക്തകവിയായിരുന്നു. എന്ത് കവിയാണ്? ഭക്തകവി. അദ്ദേഹത്തിൻ്റെ കവിതയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മുഖമുദ്ര, അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? ചെറുശ്ശേരിയുടെ കവിതകളുടെ ഭക്തിയാണ്. എന്താണ്? കൂടുതലായിട്ടും ആരെ പറ്റിയുള്ള ഭക്തിയാണെന്ന് അറിയാമോ? നമ്മുടെ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള ആ ഒരു ഭക്തിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഭക്തകവിയാണ് അദ്ദേഹം. അതുപോലെ എഴുത്തച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛനെ പറ്റി നമുക്ക് അദ്ദേഹം 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്നതായിട്ട് പറയുന്നു. കൂടുതലായിട്ടും സംസ്കൃതങ്ങൾ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെയാണ്. അധ്യാത്മരാമായണം, കിളിപ്പാട്ടൊക്കെ എഴുത്തച്ഛൻ്റെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, കൂടുതലായിട്ടുള്ള സംസ്കൃതങ്ങൾ കൂടുതലായിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനെയാണ്. അതുപോലെ തന്നെയാണ് അടുത്ത നമ്മൾക്ക് കുഞ്ചൻ നമ്പ്യാർ കണ്ട 18-ാം നൂറ്റാണ്ടിൽ
ജീവിച്ചിരുന്ന ആളാണ്. 18-ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഓട്ടംതുള്ളലിൻ്റെ ഇദ്ദേഹമാണ്. ഓട്ടംതുള്ളലിനെ വിളിച്ചത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാറാണ്. ഓട്ടംതുള്ളൽ അദ്ദേഹത്തിൻ്റെ ഓട്ടംതുള്ളലിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് എന്താണ് ആ കഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ചാക്യാർകൂത്ത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്താണ് ചാക്യാർകൂത്തിൻ്റെ മിഴാവ് പൊട്ടിക്കൊണ്ടിരുന്നത് ആരാണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാറായിരുന്നു മിഴാവ് പൊട്ടിക്കൊണ്ടിരുന്നത്. എവിടെ വെച്ചാണെന്ന് അറിയാമോ? നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വെച്ച്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വെച്ച് അങ്ങനെ മിഴാവ് പൊട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അദ്ദേഹം ഉറങ്ങിപ്പോയി. നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയ അവസരത്തിൽ എന്താണ് പറ്റിയത്? നമ്മുടെ ചാക്യാർകൂത്ത് നടത്തിക്കൊണ്ടിരുന്ന ചാക്യാര് ഈ ഉറങ്ങിക്കൊണ്ടിരുന്ന മിഴാവ് പൊട്ടുന്ന നമ്പ്യാരെ കളിയാക്കി. അപ്പോഴത്തേനും എല്ലാവരും എന്താണ് ചാക്യാർകൂത്ത് കണ്ടിട്ടുണ്ടല്ലോ, എപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ കളിയാക്കി പരിഹാസ രൂപേണ കാര്യങ്ങൾ പറയുകയാണ്. പരിഹാസത്തിനേക്കാൾ കൂടുതൽ എന്താണ് തമാശയാണല്ലോ. മനഃപൂർവ്വം പറയുന്നത്, മനഃപൂർവ്വം ഒരാളെ കളിയാക്കുമല്ല, അത് തമാശ രൂപേണ പറയുകയാണ്. നിങ്ങളൊരു പക്ഷേ ചാക്യാർകൂത്ത് കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ യൂട്യൂബിനകത്തൊന്ന് സെർച്ച് ചെയ്തൊന്ന് ചാക്യാർകൂത്തൊന്ന് കാണും കേട്ടോ. ചാക്യാർകൂത്തൊന്ന് കണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോഴെന്താണ് ആ ചാക്യാര് നമ്മുടെ നമ്പ്യാരെ കളിയാക്കി. നമ്പ്യാരെ കളിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്പ്യാർക്ക് സങ്കടമായിപ്പോയി അല്ലേ. എന്നിട്ട് നമ്പ്യാർ ചെയ്ത് അന്ന് രാത്രി തന്നെ പോയിരുന്ന് ഒരു കലാരൂപം അങ്ങ് റെഡിയാക്കി. ആ കലാരൂപമാണ് നമ്മളുടെ ഓട്ടംതുള്ളൽ, കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളൽ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ നമ്പ്യാർ എന്ത് ചെയ്തു? നമ്പ്യാർ തൊട്ടപ്പുറത്തായിട്ട് വേറെ സ്റ്റേജിലെത്തിയിട്ട് അതിനകത്ത് നല്ല വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ്, അറിയാലോ നമ്മളുടെ ഓട്ടംതുള്ളലിൻ്റെ വേഷങ്ങളൊക്കെ. അപ്പോഴാ നല്ല വേഷവിധാനങ്ങളൊക്കെ അണിഞ്ഞ് വന്നിട്ട് അവിടെ കൊണ്ട് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച് തുടങ്ങിയാണ്. അപ്പോഴും ഓട്ടംതുള്ളലും എന്താണ് നമുക്ക് വേറൊരു ഫലിതത്തിൻ്റെ വേറൊരു രീതിയിൽ നമ്മളെ കൊണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോഴെന്താണ് ഈ ഒരു പുതിയ കലാരൂപം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും ചാക്യാർകൂത്ത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം അവിടെ നിന്ന് നേരെ ഇങ്ങ് വന്ന് ഓട്ടംതുള്ളൽ കാണാൻ വേണ്ടിയിട്ടിരുന്നു. അതാണ് നമ്മൾ ഓട്ടംതുള്ളലിൻ്റെ കഥ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ പഠിക്കുന്നത് ചെറുശ്ശേരിയുടെ അമ്പാടിയിലേക്കുള്ള പാഠഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ചെറുശ്ശേരിയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോയത്. അപ്പോൾ ചെറുശ്ശേരി എന്താണെന്ന് പറഞ്ഞേ, നമ്മുടെ പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. ചെറുശ്ശേരി നമ്പൂതിരി എന്ന അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേര്. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ്. 15-ാം നൂറ്റാണ്ട്. നിങ്ങൾക്ക് മാറിപ്പോകരുത് നിങ്ങളെ കേട്ടോ. പ്രാചീന കവിത്രയങ്ങളുടെ ആ ഒരു ജനനത്തിൻ്റെ അവരുടെ നൂറ്റാണ്ട് മാറിപ്പോകരുത്. പിന്നെന്താണ് നമുക്ക് ചെറുശ്ശേരിയെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ അദ്ദേഹം കൃഷ്ണഗാഥ എഴുതിയ ആളാണ്. കൃഷ്ണഗാഥ അറിയാമോ? എന്താണ്? നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് നമ്മുടെ കൃഷ്ണഗാഥയിലുള്ളത്. ഏതാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് നമുക്ക് കൃഷ്ണഗാഥയിൽ പ്രധാനമായിട്ട് ഉള്ളത്. കൃഷ്ണഗാഥ എഴുതാനുള്ള സാഹചര്യം എന്താണെന്നറിയാമോ? നമ്മുടെ കോലത്തുനാട് വാണിരുന്ന, കോലത്തുനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുശ്ശേരിയുടെ സ്വന്തം സ്ഥലമാണ് കോലത്തുനാട്. അപ്പോഴാ കോലത്തുനാട് ആ നാട്ടിലാണ് അദ്ദേഹം ആ കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ രാജാവുണ്ട്. ഉദയവർമ്മ. എന്താണ് രാജാവിൻ്റെ പേര് പറഞ്ഞേ? ഉദയവർമ്മ. ആ രാജാവിൻ്റെ സദസ്സിലെ ഒരംഗമായിരുന്നു നമ്മുടെ ചെറുശ്ശേരി. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു കവിയായിരുന്നു. പിന്നെന്താണ് ഒരുപാട് സംസ്കൃതം ഒരുപാട് അറിവുകളുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ ചെറുശ്ശേരി. അപ്പോഴത്തേക്കും എന്താണ് അപ്പോൾ രാജാവുമായിട്ട് വളരെ നല്ലൊരു സ്നേഹബന്ധത്തിലായിരുന്നു, നല്ലൊരു അടുപ്പത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താണ് രാജാവിൻ്റെ അന്തപുരത്തിൽ വരെയും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. നല്ല മനുഷ്യനായിരുന്നു. ആ സമയത്ത് എന്താണ് ആ ചെറുശ്ശേരി നമ്പൂതിരി എന്താണ് ഒരിക്കൽ അവരിങ്ങനെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ചതുരംഗം? നമ്മുടെ രാജാക്കന്മാരൊക്കെ കളിക്കുന്ന നമ്മളൊരു ചെസ്സിൻ്റെ ഒരു പഴയ പതിപ്പാണ് ചതുരംഗ കളി എന്ന് പറയുന്നത്. ചെസ്സ് കളിക്കില്ലേ നമ്മൾ, അതിൻ്റെ ഒരു പഴയ പതിപ്പാണ് നമ്മുടെ ചതുരംഗം. അതുപോലൊക്കെ അതിന് എക്സാമ്പിൾ പറഞ്ഞു തരാൻ വേണ്ടി ചെസ്സേ ഉള്ളൂ കേട്ടോ. നോക്കിയ മക്കളെ, അപ്പോഴെന്താണ് ആ ചതുരംഗം കളിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ എന്താണ് രാജാവ് ചതുരംഗം കളിയിൽ തോൽക്കാൻ പോവുകയാണ്, തോറ്റു പോകാൻ പോവുകയാണ്. ആരുടെ കൂടാണ് തോക്കാൻ നിൽക്കുന്നത്? നമ്മുടെ ചെറുശ്ശേരിയാണ് വിജയിക്കാൻ പോകുന്ന രാജാവ് തോൽക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ ഉദയവർമ്മൻ രാജാവിൻ്റെ ഭാര്യ, അന്ന് ഒരു കുഞ്ഞു വാവയുണ്ട്, പൊടിക്കുഞ്ഞുണ്ട്.
ഇവിടെ കുഞ്ഞിനെ ഉറക്കാനുള്ള വ്യാജേന എന്ത് ചെയ്തു, അവിടെ വന്നു നിന്ന് ഈ ചതുരംഗങ്ങൾ നോക്കി കാണുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി തൻ്റെ ഭർത്താവായിട്ടുള്ള രാജാവ് നമ്മുടെ ചെറുശ്ശേരിയുടെ കളിച്ച് പരാജയപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായി. ആ സമയത്ത് എന്ത് ചെയ്തു, ഈ രണ്ടുപേരും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും മൂന്നാമതൊരാൾ കയറി അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് കളിക്ക് എന്താണ് തെറ്റായിട്ടുള്ള രീതിയാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് രാജാവും പത്നിയും ഒക്കെ. അപ്പോഴെന്ത് ചെയ്തു, അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ, നമ്മളെ രാജാവിൻ്റെ പത്നി എന്താണ് ഇങ്ങനെ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കിക്കൊണ്ട് അതിലേ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് പുള്ളിക്കാരിക്ക് മനസ്സിലായി, അവിടെ രാജാവ് തോൽക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. അപ്പോഴെന്താണ് ആ രാജ്ഞി എന്താണ് ഒരു പാട്ട് പാടിയെന്ന് നിങ്ങൾക്കറിയാമോ? ദും 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 താളേയുണ്ട്. എന്താണ് പറഞ്ഞത്? ദും 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 താളേയുണ്ട്. ആളെ ഉന്താനാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഈ ട്യൂണിൽ ഇങ്ങനെ പാടിക്കൊണ്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും രാജാവിന് കാര്യം മനസ്സിലായി. ആളിനെ ഉന്താനാണ് തൻ്റെ പത്നി പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം ആളിൻ്റെ കരി നീക്കുകയും രാജാവ് അവിടെ വിജയിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ പുള്ളിക്കാരനത് മനസ്സിലായില്ല. ആളിൻ്റെ കരി നീക്കാനുള്ള കാര്യത്തെ പറ്റി പുള്ളി ചിന്തിക്കുന്നില്ല. അപ്പോഴത്തേന് അത് നീക്കിയപ്പോഴേക്കും ഇദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അപ്പോഴത്തേന് അതിനകത്ത് സന്തുഷ്ടനായിട്ടുള്ള രാജാവ് എന്ന് പറഞ്ഞു, തൻ്റെ ചെറുശ്ശേരിയോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പത്നി ഇപ്പം പാടിയ അതേ ട്യൂണിൽ ഒരു കാവ്യം രചിക്കണം. എന്താണ് പറഞ്ഞത്? ആ കുഞ്ഞിനെ ഉറക്കിയ ആ ഒരു താരാട്ടിന് പാട്ടില്ലേ, അതിൻ്റെ ഒരു ട്യൂണിൽ, ഒരു അതേ ഈണത്തിൽ, ട്യൂണെന്ന് പറയുന്നത് നമ്മളെ ഈണത്തിലൊരു കാവ്യം രചിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുശ്ശേരിക്ക് വളരെ സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം ആലോചിക്കുകയാണ്, എന്തിനെ പറ്റി ഞാൻ കാവ്യം രചിക്കും അല്ലേ? പെട്ടെന്നൊരു കവിത എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ കോമ്പറ്റീഷൻ നടക്കുമല്ലോ, കവിതാരചന. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി വന്നിരിക്കുകയാണ്. എങ്ങനെ എന്തെഴുതും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മളെ മേഡം വന്നിട്ട് നിങ്ങൾക്കൊരു വിഷയം തരുന്നത്. ഒരു വിഷയം അങ്ങോട്ട് തരും. വിഷയം തരുമ്പോഴത്തേനൊക്കെ നിങ്ങൾക്ക് വിഷയം കിട്ടിക്കഴിഞ്ഞു പിന്നെ നിങ്ങളങ്ങ് എഴുതത്തില്ലയോ? അതുപോലെയാണ് നമുക്കങ്ങനെ ചെറുശ്ശേരിക്ക് വിഷയമൊന്നും കിട്ടിയില്ല എഴുതാൻ. അപ്പോഴെന്ത് ചെയ്തു, അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം നമ്മുടെ രാമായണം വായിക്കാനിടയാകുന്നത്, അധ്യാത്മരാമായണം. അപ്പോൾ അധ്യാത്മരാമായണത്തിൽ ആരുടെ കഥയാണോ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ശ്രീരാമൻ്റെ കഥയല്ലേ പറഞ്ഞിരിക്കുന്നത്. ശ്രീരാമൻ്റെ കഥയാണ് അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിച്ച്, എന്തുകൊണ്ട് കൃഷ്ണന്റെ കഥ എഴുതിക്കൂടാ അല്ലേ? കൃഷ്ണന്റെ കഥയിൽ ഒരു കാവ്യം എഴുതാമല്ലോ, എഴുതാം. അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കൃഷ്ണഗാഥ എഴുതുന്നത്. കൃഷ്ണഗാഥ, സ്വർഗാരോഹണം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയാണ്. ശ്രീകൃഷ്ണൻ ഭഗവാനല്ലായിരുന്നോ? നമ്മുടെ ശ്രീരാമന്റെ ഒരു അവതാരമായിരുന്നു ശ്രീകൃഷ്ണനുള്ളത്. അപ്പോഴത്തെ അദ്ദേഹം മരിച്ചുപോയി എന്നല്ല നമ്മൾ പറയുന്നത്, അദ്ദേഹം സ്വർഗാരോഹണം നടത്തി എന്നാണ് പറയുന്നത്. ദൈവമൊക്കെ ആകുമ്പോൾ സ്വർഗാരോഹണം എന്നാണ് പറയുന്നത്. അതേസമയം നമ്മൾ ഒരു ആനയാണെങ്കിലും ആന സ്വർഗാരോഹണം നടത്തിയെന്ന് പറയുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? ഇത് സ്വർഗാരോഹണം നടത്തി എന്ന് പറയത്തില്ലല്ലോ, പറയുമോ? ഇല്ല. ഇപ്പോൾ ഒരു ആനയാണെങ്കിൽ മരിക്കുന്നെങ്കിൽ പറയും ആന ചരിഞ്ഞു എന്നല്ലേ പറയുന്നത്. അതേസമയം ഒരു പൂച്ചയാണെങ്കിലോ, അയ്യോ പൂച്ച ചത്തുപോയി എന്നേ പറയുള്ളൂ, ഇല്ലയോ? കോഴിയാണെങ്കിലോ കോഴി ചത്തന്നേ പറയുള്ളൂ, അല്ലേ? അതേസമയം മനുഷ്യനാണെങ്കിലോ മനുഷ്യർ മരിച്ചു പോയി എന്നേ പറയാറുള്ളൂ. അല്ലാതെ മനുഷ്യൻ ചത്തുപോയി എന്ന് പറയുമ്പോൾ എന്താണ്, അത് കേൾക്കുമ്പോൾ ഒരു വിവരമില്ലായ്മയായിട്ട് നമുക്ക് തോന്നും. ഒരു നിലവാരമില്ലാത്ത സംസാരം. ആ മനുഷ്യർക്കെന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്നൊരു കുറച്ച് വിവേചന ബുദ്ധി, വിവേകമൊക്കെ ഉള്ള ആളുകളല്ലേ. അപ്പോഴെന്താണ് മനുഷ്യർ ഒരിക്കലും ചത്തുപോയി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു നികൃഷ്ടമായിട്ടുള്ളൊരു പദമായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലേ? അതുകൊണ്ട് മനുഷ്യർ മരിക്കുമ്പോൾ മരിച്ചു പോയി എന്നാണ് പൊതുവെ പറയുന്നത്. അല്ല ചത്തുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരവസ്ഥ പോലെ തോന്നും. ഓക്കെ മക്കളെ, അതുകൊണ്ട് നമ്മൾ ശ്രീകൃഷ്ണൻ ഭഗവാൻ ദൈവമായിരുന്നു. ഭഗവാൻ സ്വർഗാരോഹണം നടത്തി. ഇത് ചെയ്തു, സ്വർഗാരോഹണം. ഓക്കെ, അപ്പോൾ ശ്രീകൃഷ്ണന്റെ ഒരു കഥ അദ്ദേഹം
കവിതാരൂപേണ എഴുതുന്നതാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്നും നമുക്ക് ഈ കൃഷ്ണഗാഥയെ അറിയപ്പെടും. കൃഷ്ണഗാഥയെ നമ്മൾ എന്ത് പറയും? കൃഷ്ണപ്പാട്ട്. കൃഷ്ണപ്പാട്ടെന്ന് നമ്മൾ കൃഷ്ണഗാഥയെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഏകദേശം മനസ്സിലായല്ലോ നമ്മൾ ചെറുശ്ശേരിയെ പറ്റിയും അദ്ദേഹം ഈ കവിത എഴുതാനുണ്ടായ, കവിത എന്ന് പറയുമ്പോൾ ഈ കൃതി എഴുതാനുണ്ടായ ഒരു സാഹചര്യത്തെ പറ്റിയും എല്ലാവർക്കും മനസ്സിലായെന്ന് മേഡം വിശ്വസിക്കുന്നു. ഓക്കെ മക്കളെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, അമ്പാടിയിലേക്ക്. മായം കളഞ്ഞുള്ള മാമൂനിമാരുടെ മാനസമായൊരു മന്ദിരത്തിൽ നിന്നു വീളങ്ങീന നന്ദകുമാരനെ ചെന്നങ്ങു കാൺമദീനായി ചെമ്മേ. അക്രൂരമായൊരു മനസം കൊണ്ടുള്ള ഒരക്രൂരനാകിയ യാദവന്ത ചൊൽക്കൊണ്ടു നിന്നോരു തേരിൽ കരേറിയ ദിക്കിനെ നോക്കി നടന്നപ്പോൾ. നോക്കിയ മക്കളെ, ശ്രദ്ധിച്ചിരിക്കണം. ഓരോ വരിയും ഓരോ അക്ഷരങ്ങളും വാക്കുകളും എല്ലാം ശ്രദ്ധിച്ച് ഇരിക്കണം. ഓക്കെ, മായം കളഞ്ഞുള്ള മാമൂനിമാരുടെ മാനസമായൊരു മന്ദിരത്തിൽ നിന്നു വീളങ്ങീന നന്ദകുമാരനെ ചെന്നങ്ങു കാൺമദീനായി ചെമ്മേ. അക്രൂരമായൊരു മനസം കൊണ്ടുള്ളോരക്രൂരനായ യാദവന്താൻ ചൊൽക്കൊണ്ടു നിന്നോരു തേരിൽ കരേറിയ ദിക്കിനെ നോക്കി നടന്നപ്പോൾ. നോക്കിയേ, മായം കളഞ്ഞുള്ള മാമൂനിമാരുടെ മനസമായൊരു മന്ദിരത്തിൽ. എന്താണ് പറയുന്നത്? മായം കളഞ്ഞുള്ള, മായം എന്ന് വെച്ചാൽ എന്താണ്? വായിക്കട്ടെ നിങ്ങളേത്? ഒരു പ്രാചീന കവിതയെ മായ്ക്കാണ്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. തെറ്റ് പറ്റിപ്പോകരുത്. അവരുടെ ജീവിച്ചിരുന്ന നൂറ്റാണ്ട് ഓർത്തിരിക്കണം കേട്ടോ. മായം, മായം കളഞ്ഞുള്ള എന്ന് വെച്ചതാണ്. മായം എന്ന് വെച്ചാൽ അർത്ഥം പറഞ്ഞേ കളങ്കം എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം കളങ്കം എന്നാണ്. മായം, കളങ്കം. നമുക്ക് സാധനങ്ങൾ മായം ചേർത്ത സാധനങ്ങളാന്ന് പറയത്തില്ല, കളങ്കമുള്ള. അതിനകത്താണ് ഇപ്പോൾ പൊതുവെ നമ്മൾ കുറച്ച് അരി വാങ്ങിക്കുന്നു, റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു അരി. അപ്പോഴെന്താണ് സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറേ ചീത്ത അരി കാണും, പിന്നെ കുറേ കല്ലും നെല്ലും ഒക്കെ ഉള്ള കാണും. അപ്പം നമുക്ക് പറയാം അത് മായം കലർന്നതാണെന്ന് പറയാം. ഇപ്പോഴെന്താണ് കളങ്കമുള്ളത്, പ്യുവറായിട്ടുള്ള അല്ലല്ലോ അല്ലേ. മായം, മായം എന്ന് വെച്ചാൽ കളങ്കം, കളങ്കമായിട്ടുള്ള സാധനമാണ്. പിന്നെന്താണ് നമുക്ക് മായം കലർന്ന വേറെ ഐറ്റംസ് വരത്തില്ലേ. നമുക്കിപ്പം ജ്യൂസൊക്കെ കുടിക്കാനുള്ള ബോട്ടിൽസിനകത്ത് നമുക്ക് വാങ്ങിച്ചൂടെ. അപ്പോഴെന്താണ് കൂടുതലായിട്ടും അത് മായങ്ങൾ കലർന്നതായിരിക്കും, എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് കലർന്നതായിരിക്കും, ഒക്കെ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മായങ്ങൾ കലർന്നതാണ് കളങ്കം. മായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളങ്കം എന്നാണ് അർത്ഥം വരുന്നത്. നോക്കിയ മക്കളെ, മായങ്ങൾ. പിന്നെന്താണ് നമുക്ക് കൗശലമില്ലാത്തതെന്ന് കൂടി മായം കലർന്ന എന്നുള്ളത് അർത്ഥം പറയാൻ പറ്റും. കൗശലം, കൗശലമില്ല, കൗശലമില്ലാത്ത, കൗശലമില്ലാത്തത് നമ്മളെ പറ്റിക്കാനൊന്നും ഇല്ലാത്തത്, കൗശലമില്ലാത്തത്, കളങ്കമില്ലാത്തത്, കൗശലമില്ലാത്തതെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ.
നോക്കിക്കേ, മായം കളഞ്ഞുള്ള മാമോനിമാരുടെ മനസം നായൊരു മന്ദിരത്തിൽ. മനസ്സെന്ന് വെച്ചാൽ മനസ്സാകുന്ന മന്ദിരം. മന്ദിരം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടെന്ന് പറയാം, അവരുടെ ആ ഒരു കൊട്ടാരം എന്ന് പറയാം. മന്ദിരം നമുക്ക് വീടായിട്ട് എടുക്കാം. മന്ദിരം, മന്ദിരം, വീട്, മന്ദിരം, വീട്. നോക്കിയാ മക്കളെ, അപ്പോഴെന്താണ് ആ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാത്ത, ഒരു കൗശലവും ഇല്ലാത്ത ആ മാമുനിമാരുടെ, മാമുനിമാർ വെച്ചാൽ മഹാമുനിമാരാണ് മാമുനിമാർ എന്ന് പറയുന്നത്. മഹാമുനിമാർ കണ്ടോ, മഹാമുനിയാണ് മാമുനി. മഹാമുനിമാരുടെ മാനസമായ ഒരു മന്ദിരത്തിൽ, മാനസം എന്ന് വെച്ചാൽ മനസ്സ്, മനസ്സാകുന്ന ആ ഒരു മന്ദിരത്തിൽ, മനസ്സാകുന്ന ഒരു വീട്ടിൽ. നമ്മളുടെ മുനിമാരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് നമ്മളോട് വലിയ വീടുകളോ കാറോ അങ്ങനെയുള്ള കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ല. അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ മനസ്സാണ്, അല്ലേ? അവരുടെ വീടെന്നുള്ള സങ്കല്പം എന്ന് വെച്ചാൽ അവരുടെ മനസ്സാണ്. അത് മനസ്സിലാക്കി എങ്ങനെയാണെന്ന്, ഇപ്പം അവരെവിടാണോ താമസിക്കുന്നത്? എല്ലാ മുനിമാരും കൂടുതലായിട്ടും ഏതെങ്കിലും കാനനത്തിൽ, കാടുകളിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അവരെന്താണ്? വൃക്ഷച്ചുവട്ടിലൊക്കെ ഇരുന്ന് ഒരുപാട് സമയം തപസ് ചെയ്ത് അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കി തപസ് ചെയ്യും. അറിയാലോ, ജ്ഞാനികളാവുകയൊക്കെ ചെയ്യണം. അവരുടെ മന്ദിരം എന്ന് പറഞ്ഞാൽ അവരുടെ വീടെന്ന് പറയുന്നത് എന്താണ്? അവരുടെ മനസ്സാണ്, മനസ്സായിട്ടുള്ള വീടാണ് അവരുടേത്. അല്ലാതെ അവർക്ക് നമുക്ക് കാണുന്നതുപോലെ ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യവും ചിന്തയും ഒന്നും ഉള്ളവരല്ല നമ്മുടെ മുനിമാർ. ഓക്കെ, അപ്പൊ അവരുടെ വീടെന്ന് വെച്ചാൽ മഹാമുനിമാർ, അവരുടെ വീടെന്ന് പറയുന്നത് എന്താണ്? അവരുടെ വീടെന്ന് പറയുന്നത് അവരുടെ മനസ്സാകുന്ന മന്ദിരത്തിലാണ്. നിന്നു വീളങ്ങീന നന്ദകുമാരനെ ചേർന്നങ്ങു കാണാതീനായി ചെമ്മേ. അങ്ങനെയുള്ളിടത്ത് എന്താണ്? നിന്നു വിളങ്ങിന, അവിടെ നിന്ന് വിളങ്ങുന്ന, വിളങ്ങുന്ന വെച്ചാൽ അവിടെ താമസിക്കുന്ന, എന്താണ്? അവിടെ ഒരു ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത്, അതാണ് വിളങ്ങുക എന്ന് പറയുന്നത്. വിളങ്ങുക വെച്ചാൽ അവിടെ താമസിക്കുക. അങ്ങനെ നിന്ന് വിളങ്ങുന്നു, അവിടെ താമസിക്കുന്ന ആരെ കാണാനാണ്? നന്ദകുമാരനെ. നന്ദകുമാരൻ എന്ന് പറയുന്ന ആരാടോ? നന്ദന്റെ മകനാണ് നന്ദകുമാരൻ. നന്ദകുമാരൻ എന്ന് പറയുന്ന ആരാണ്? നന്ദന്റെ മകൻ. നന്ദകുമാരൻ ആരാണ്? നന്ദകുമാരൻ നന്ദന്റെ മകൻ. നന്ദനാരാണ്? നന്ദനാരാണോ? നന്ദന്റെ മകനെ പറയുന്നത് നന്ദനാരാണ്? നന്ദൻ എന്ന് പറയുന്നത് നന്ദഗോപരാണ്. നന്ദൻ എന്ന് പറയുന്ന ആരാണ്? നന്ദഗോപരാണ്. നന്ദഗോപർ. നന്ദഗോപരുടെ മകനാരാന്ന് പറഞ്ഞേ? അറിയാമോ? നന്ദഗോപരുടെ മകനാരാണ്? ശ്രീകൃഷ്ണനാണ്. നന്ദഗോപന്റെ മകൻ, നന്ദന്റെ മകനാരാണ്? ശ്രീകൃഷ്ണൻ. നന്ദഗോപന്റെ മകനാണ് ആര്? ശ്രീകൃഷ്ണനാണ്. നോക്കിയപ്പോൾ ആരെ കാണാനാണ്? നിന്നു വീളങ്ങീന നന്ദകുമാരനെ ചെന്നങ്ങു കാണാതീനായി ചെമ്മേ. ചെമ്മേ എന്ന് വെച്ചാൽ ഭംഗിയായി, നല്ലത് എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് അപ്പോഴും ഇത്? എന്താണ് ആ മാമുനിമാരുടെ മനസ്സിൽ എന്താണെന്ന് പറഞ്ഞേ? ആ നന്ദകുമാരനെ, നന്ദന്റെ മകനായിട്ടുള്ള ആരാണ്? ശ്രീകൃഷ്ണനെ ചെന്ന് കാണുന്നതിനായി ചെമ്മേ. ആ ചെമ്മേ എന്ന് പറയുന്നത് വേണ്ട പോലെ, നല്ലതുപോലെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ചെമ്മേ എന്ന് പറയുന്നത് വേണ്ടതുപോലെ, ഭംഗിയായി, എന്താണ്? വേണ്ടതുപോലെ അല്ലെങ്കിൽ നല്ലതുപോലെ. ഒക്കെ നമുക്ക് എടുക്കാം. ചെമ്മേന്ന് വെച്ചാൽ വേണ്ടതുപോലെ, നല്ലതുപോലെ എന്നൊക്കെ നോക്കിയേ. നമുക്ക് മക്കളെ, നന്ദകുമാരനെ ചെന്നങ്ങു കാണാതീനായി
നോക്കിക്കേ, ആരാണ് പോകുന്നത്? അക്രൂരമായോരു മനസം പൂണ്ടുള്ളോ ഒരക്രൂരനാകിയ യാദവൻ താൻ. എങ്ങനെയാണ്? ആ അക്രൂരമായ, അക്രൂരം എന്ന് വെച്ചാൽ ക്രൂരം. നമ്മൾ പൊതുവെ എന്താണ് പറയുന്നത്? ക്രൂരം എന്ന് പറയുന്നത് അവനൊരു ക്രൂരനാണെന്ന് പറയുന്നത്. എന്താണ് ഒരു ക്രൂരൻ എന്ന് പറയുന്നത്? എന്താണ്? ദുഷ്ടൻ. മനസ്സിൽ എന്താണ്? ഭയങ്കര ഒരു ഭീകരനായിട്ടുള്ള ഒരുത്തൻ. അങ്ങനെ ക്രൂരൻ നമ്മൾ പറയുന്നത്. അപ്പോഴെന്താണ്? അക്രൂരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൽ ക്രൂരത ഇല്ലാത്തതാണ് അക്രൂരൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് കേൾക്കുമ്പോഴത്തേനും അക്രൂരൻ നോക്കുമ്പോൾ നമ്മൾക്ക് ഇനിയോ ഭയങ്കര ക്രൂരൻ ദുഷ്ടനാണെന്ന് നമുക്ക് തോന്നും. അക്രൂരൻ എന്ന് പറയുമ്പോൾ എന്താണ്? അക്രൂരൻ എന്താണ്? ക്രൂരത ഒട്ടും ഇല്ലാത്ത ആളാണ് അക്രൂരൻ. കണ്ടോ? ക്രൂരത ഇല്ലാത്ത ആളാണ്, ഇല്ലാത്തവൻ അക്രൂരൻ. ക്രൂരത ഇല്ലാത്തവനാണ് അക്രൂരൻ. അക്രൂരൻ എന്ന് പറയുന്നത് ക്രൂരത ഇല്ലാത്തവനാണ്. നോക്കിക്കേ മക്കളെ, അക്രൂരമായോരു മനസം പൂണ്ടുകൊണ്ട് അക്രൂരനാകിയ യാദവൻ താൻ. എന്താണ്? അക്രൂരമായോരു മനസം പൂണ്ടുള്ളോ ഒരക്രൂരനാകിയ യാദവൻ താൻ. എന്താണ്? ആ അക്രൂരം, ക്രൂരതയില്ലാത്ത മനസ്സിന്റെ ഉടമയാണ് ആര്? അങ്ങനെയുള്ള ഒരു മാനസം കൊണ്ടുള്ളവര്, അങ്ങനെയുള്ള മനസ്സിന്റെ ഉടമയാണ് അക്രൂര എന്നുള്ള യാദവൻ. അക്രൂരനാകിയ, അക്രൂരൻ പക്ഷെ മനസ്സിൽ ഒട്ടും ക്രൂരത ഇല്ലാത്ത ആളാണ് ആര്? അക്രൂരൻ. അപ്പോൾ അക്രൂരൻ ആരാണ്? ഒരു യാദവനാണ്. അക്രൂരനായൊരു യാദവൻ താൻ. യാദവൻ എന്ന് പറയുന്ന ആരെയാണ്? യാദവൻ എന്ന് പറയുന്നത് യദുവംശത്തിൽ ജനിച്ച ആളിനെയാണ് യാദവൻ എന്ന് അറിയപ്പെടുന്നത്. യദുവംശത്തിൽ ജനിച്ച അതാണ് യാദവൻ. നമ്മുടെ ശ്രീകൃഷ്ണൻ ജനിച്ച വംശം ഏതാണെന്ന് അറിയാമോ? യദുവംശമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ യാദവൻ എന്നാണ് അദ്ദേഹത്തിന് നമ്മൾ അറിയുന്നത്. യാദവ വംശം എന്നുണ്ട്. യാദവ അത് ഒരു എന്താ പറയുന്നത്? നിങ്ങളതിനെ പറ്റിയൊന്നും അറിയാനായില്ല നിങ്ങൾ. അപ്പോൾ ശ്രീകൃഷ്ണൻ ജനിച്ച ഒരു വംശമാണ് യദുവംശം, യാദവ വംശം, യാദവ. അപ്പോൾ ശ്രീകൃഷ്ണന്റെ ജാതി ഏതാന്ന് വെച്ചാൽ യാദവ കുലത്തിൽപ്പെട്ടതാണ് ശ്രീകൃഷ്ണൻ. ഓക്കെ, നമുക്ക് യാദവ കുലത്തിൽപ്പെട്ട, നമ്മുടെ കേരളത്തിൽ യാദവ കുലത്തിൽപ്പെട്ട ആരും അറിയാം ഇല്ല. നമ്മളുടെ ഗുജറാത്തിലല്ലേ നമ്മൾ ശ്രീകൃഷ്ണന്റെ അടിസ്ഥാനം. അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ആ യാദവ വംശം ഉണ്ട്. ആ ഒരു ജാതി നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വേറെ വ്യക്തികളൊക്കെ ഉണ്ട് ഈ ഒരു യാദവ വംശത്തിലുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ യാദവ എന്ന് വെച്ചാൽ യാദവൻ എന്ന് പറയുന്ന ആരെയാണ്? യദുവംശത്തിൽ ജനിച്ച ആളാണ് യാദവൻ എന്ന് അറിയപ്പെടുന്നത്. യദുവംശത്തിൽ ജനിച്ച ആള്. നോക്കിയേ നിങ്ങളെ, അക്രൂരമായോരു മനസം പൂണ്ടുള്ളോരക്രൂരനായി ആകീന യാദവൻ താൻ. ചൊൽക്കൊണ്ടു നിന്നോരു തെരിൽ കരേറിയ ദിക്കിനെ നോക്കി നടന്നാനപ്പോൾ. എന്താണ് ഈ അക്രൂരരായിട്ടുള്ള, ആ മനസ്സിൽ ഒട്ടും ക്രൂരതയില്ലാത്ത അക്രൂരർ, പേരാണ് അക്രൂരർ. അദ്ദേഹം ആരാണ്? ഒരു യാദവനായിരുന്നു. ആ യാദവനാണ് അക്രൂരർ. ആ അക്രൂരൻ എന്താണ്? ചൊൽക്കൊണ്ടു നിന്നോരു തെരിൽ കരേറിയ ദിക്കിനെ നോക്കി നടന്നാനപ്പോൾ. അദ്ദേഹം എന്ത് ചെയ്തു? ചൊൽക്കൊണ്ടു നിന്നോരു തെരിൽ കരേറിയ ദിക്കിനെ നോക്കി നടന്നാല് അപ്പോൾ
അദ്ദേഹം എവിടേക്കോ പോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ ചൊൽക്കൊണ്ടു നിന്നുള്ള അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചു നിന്നുള്ള ആ ഒരു തേരറിയാലോ, നമ്മളെ തേര് അറിയാലോ, നമ്മളെ കുതിര കൊണ്ടും കുതിരവണ്ടിയൊക്കെ ഇല്ലേ, അതൊക്കെ തേരിനകത്ത് ഉൾപ്പെടുന്നതാണ്. നമ്മളുടെ ആന വലിക്കുന്നതുണ്ട് തേര്. നമ്മൾ എങ്ങനെയുണ്ടോ, പണ്ട് കാല സമയത്തൊന്നും നമുക്ക് വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ കുതിര വലിക്കുന്ന വണ്ടിയുണ്ട്, കാള വലിക്കുന്ന വണ്ടിയുണ്ട്. അങ്ങനെ മൃഗങ്ങളായിരുന്നു നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ട് പോകുന്നത്. അതാണ് തേരെന്നുള്ള നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ചില അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് നല്ല കേരളത്തിൽ പൊതുവേ തേര് ഉണ്ടെന്ന് തോന്നുന്നു. അതെന്താണ്, ആളുകളാണ് തേരിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത്. നേർച്ചയൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ് തേര്. ഇത് നമുക്ക് തേരെന്ന് പറഞ്ഞ് ഇതിനകത്തൊരു നമ്മൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എന്താണ്, മൃഗങ്ങൾ വലിക്കുന്ന ഒരു വാഹനമായിട്ടാണ്. വാഹനം എന്ന് പറയാൻ പറ്റില്ല, തേരെന്നാണ്. നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തേര് നോക്കിയേ മക്കളെ. ചൊൽക്കൊണ്ടു നിന്നോരു തേരിൽ കാരേറിയ ദിക്കിനെ നോക്കി നടന്നാരപ്പോൾ. ഇതിനകത്തുള്ള കുതിര വലിക്കുന്ന ഒരു കുതിരവണ്ടി കാണുന്നില്ലേ, ആണ് തേര്. ഇതാരാണ്? അക്രൂരനായിരിക്കാൻ പോകുന്നത്. നോക്കിയേ കുഞ്ഞുങ്ങളെ, പാഠഭാഗത്തിലേക്ക് വന്നേ. നോക്കിയേ, ചൊൽക്കൊണ്ടു നിന്നോരു തേരിൽ കാരേറിയ ദിക്കിനെ നോക്കി നടന്നാരപ്പോൾ. അദ്ദേഹം അക്രൂരർ തേര് അദ്ദേഹത്തിന് വേണ്ടി അവിടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ ദിക്കിനെ അദ്ദേഹം നോക്കി നടന്ന് ആ തേരിൽ കയറി ആ തേരിൻ്റെ അടുത്ത് അങ്ങേക്ക് തേരിൽ കയറി അദ്ദേഹം എവിടേക്കോ യാത്ര പോവുകയാണ്. അദ്ദേഹം എവിടേക്കായിരിക്കാൻ പോകുന്നത്? അദ്ദേഹം ശ്രീകൃഷ്ണന്റെ അടുത്തേക്കാണ് പോകുന്നത്. ശ്രീകൃഷ്ണനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ആ ഭാഗമാണ്. ആ കഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞു തരാം. ഓക്കെ മക്കളെ, നമുക്ക് ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ? ഒന്ന് നോക്കി, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത്? ആദ്യം പ്രാചീന കവിത്രയത്തെ പറ്റി പറഞ്ഞു. അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അവരെ 3 പേരെയും പറ്റി പറഞ്ഞു. അവരുടെ കാലഘട്ടം ഏതാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പറഞ്ഞു. കൃഷ്ണഗാഥ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? കൃഷ്ണപ്പാട്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതെല്ലാം പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ട്യൂണ് പറഞ്ഞു തന്നിട്ട് അതിനനുസരിച്ച് ഒരു കാവ്യം എഴുതാൻ പറഞ്ഞു. അപ്പോൾ അത് എന്താണ് അദ്ദേഹം ഓർത്ത് എന്താണ് നമ്മുടെ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയേക്കുന്നത് പോലെ നമുക്ക് ചെറുശ്ശേരിക്ക് കൃഷ്ണൻ്റെ ഒരു ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വർഗാരോഹണം വരെയുള്ള ഒരു കഥയായിട്ട് കൃഷ്ണഗാഥ അദ്ദേഹം എഴുതി. ഓക്കെ, കൃഷ്ണഗാഥയെ പറ്റി, ആ കൃഷ്ണനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അക്രൂരൻ എന്നുള്ളൊരു യാദവൻ, മനസ്സിലൊട്ട് ക്രൂരതയില്ലാത്ത നല്ലൊരു യാദവനായിട്ടുള്ള ഒരാൾ കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം. അപ്പോൾ അദ്ദേഹം കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് നിർത്താം. എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക, നന്നായിട്ട് പഠിക്കുക. നോട്ട്സ് എല്ലാം കൃത്യസമയത്ത് തന്നെ എഴുതിയെടുത്ത് പഠിച്ചു തീരണം കേട്ടോ. ഒന്നും പെൻഡിങ്ങിൽ വെക്കരുത്. നമുക്കൊക്കെ സ്കൂളൊക്കെ തുറക്കാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം പിന്നെ സ്കൂളിൽ തുറന്ന് വന്നിട്ട് അയ്യോ നോട്ടില്ലേ പഠിച്ചില്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്ന് നിങ്ങൾ കണ്ടല്ലോ, ബുക്ക് ചെക്കിങ് സ്കൂളിൽ വിളിക്കും. ആ സമയത്ത് എല്ലാവരും ബുക്ക് കൊണ്ടെത്തിക്കണം. അന്നേരം അതുകൊണ്ട് നോട്ട്സൊന്നും ആരുടെയും പെൻഡിങ്ങിൽ വെക്കരുത്. എല്ലാം നല്ല കൃത്യമായിട്ട് കൃത്യസമയത്ത് ചെയ്തു തീർക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.